റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക സംഘം. പ്രതികളുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കും. നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രതി ചേർക്കാനും തീരുമാനം. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇനി അന്വേഷണം ഏത് ഘട്ടത്തിലേക്കാണ്, എങ്ങനെയാണ് പോകുന്നത്? ഉന്നത തലത്തിലെ അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? അരുൺ, ED റെയ്ഡിനെ തുടർന്ന് ഒരു സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ഒരുക്കമല്ല എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് ഈ അപൂർവമായി മാത്രമേ ഒരു 10 പേരിലൊക്കെ കൂടുതൽ വലിയൊരു അന്വേഷണ സംഘം കാണാറുള്ളൂ. ഇത് പക്ഷേ 30 പേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ACPയുടെ നേതൃത്വത്തിൽ തയ്യാറായിരിക്കുന്നത്. ആ അന്വേഷണ സംഘം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോവുകയാണ്. അതായത് ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇനി നടക്കുക. അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിൽ CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഇതുവരെ 26 പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ SFI ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, CPM ഏരിയ സെക്രട്ടറി ഉണ്ട്, DYFIയുടെ ഏരിയ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ പ്രതികളാണ്. ഇതിനോടകം അവർ അറസ്റ്റിലായിട്ടുണ്ട്, റിമാൻഡിലായിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഫോൺ രേഖകൾ പരിശോധിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്ന ദിവസം ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിനും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ട് പോകുന്നത്. അതായത് മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവർക്ക് സ്ഥിരീകരിക്കേണ്ടത്. കാരണം നേരത്തെ ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യഘട്ടത്തിലൊന്നും അന്വേഷണമില്ലായിരുന്നു. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ആ ദൃശ്യങ്ങളിൽ കണ്ട ആക്രമണം നടത്തിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചുകൊണ്ട് ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ SIT നീങ്ങുന്നത്, പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആരൊക്കെ അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം കണ്ടെത്തിയേക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ആദ്യഘട്ട അല്ലെങ്കിൽ പ്രാഥമിക ഘട്ട കുറ്റപത്രം എങ്കിലും സമർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ പ്രതികൾ ഒരു ഘട്ടത്തിലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ റിമാൻഡ് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ആ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും പ്രതികൾ പിടികൂടാനുണ്ട് എന്നുള്ളത് കൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് നേരത്തെ ലിസ്റ്റിൽ, അതായത് CPMന് കൈമാറിയിട്ടുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചില പ്രതികൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല. ഇവർ ഒളിവിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും. ഈ 2 ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രത്യേക സംഘം ഇന്നു മുതൽക്ക് അന്വേഷണം തുടങ്ങുമ്പോൾ ആ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പുറത്ത് SFI ജില്ലാ പ്രസിഡന്റ്, അറസ്റ്റിലായ SFI ജില്ലാ പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ വിധി വരാൻ പോവുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. നേരത്തെ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പക്ഷേ അതിന് മറുഭാഗമുള്ളത് ആ ദിവസമാണല്ലോ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടക്കുന്ന വിവരം അറിഞ്ഞത്. ആ സമയത്തേക്ക് ആളുകൾ വരികയും അവരുടെ സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലുമാണ് മറുഭാഗം അത് കാണുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ആരൊക്കെ ജയിലിൽ പോകുമെന്നും ആരൊക്കെ ജയിലിൽ കിടക്കുമെന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സാധാരണ ഈ അതിഥികളെ സ്വീകരിക്കുന്ന സമയത്ത് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുക, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ സ്വീകരിക്കുന്ന സമയത്ത് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, സ്കൂളുകളിൽ പരിപാടിക്ക് പോകുമ്പോൾ അതിഥികളെ സ്വീകരിക്കാൻ NCCയുടെ ഗാർഡ് ഓഫ് ഓണർ, ഈ പരിപാടിയൊക്കെ എത്രയോ കാലമായി ജനാധിപത്യത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തോന്നുന്നു. ഒന്ന് സാധാരണക്കാരായ മനുഷ്യർ പോകുമ്പോൾ ആരും ഗാർഡ് ഓഫ് ഓണർ ഒന്നും തരുന്നില്ലല്ലോ. നമ്മൾ നടന്നു പോകുമ്പോൾ പോലീസ് അറിയിക്കണേ എന്ന് പറയും. മന്ത്രി വരുന്ന സമയത്ത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ നമ്മൾ രണ്ടുപേർക്കും ഒരേ നിലയും വിലയൊക്കെയാണല്ലോ.